ഷാനവാസ് സാർ അവർകളെ, അധ്യക്ഷൻ സലാം സാഹിബ്, ചെങ്ങാനി പ്രവാസി കൂട്ടായ്മയുടെ കരുത്തരായ സാരഥികളായ വി സുബൈർ സാഹിബ്, കെ ടി അബ്ബാസ് സാഹിബ്, വേദിയിലിരിക്കുന്ന സുഹൃത്ത് സലാം സാഹിബ്, കണ്ണമംഗലം പ്രദേശത്തെയും ചെങ്ങാനിയിലെ നല്ലവരായ നാട്ടുകാരെ, സഹപ്രവർത്തകരെ, കഴിഞ്ഞ 10 മാസത്തിനുള്ളിൽ 10 മാസം മുമ്പ് രൂപീകരിക്കപ്പെട്ട ചെങ്ങാനി പ്രവാസി കൂട്ടായ്മ കണ്ണമംഗലം പഞ്ചായത്തിലെ 1ാം വാർഡ് പ്രതിനിധീകരിക്കുന്ന ഈ പ്രദേശം സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നല്ല നല്ല സേവന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 10 മാസം കൊണ്ട് നടത്തപ്പെട്ടു എന്ന് ഞാൻ അറിഞ്ഞതിൽ കണ്ണമംഗലം കൂട്ടായ്മയുടെ ഒരു ഭാരവാഹി എന്നുള്ളതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്, ആഹ്ലാദമുണ്ട്. ഈ ഒരു പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ച നിങ്ങളേവരെയും ഓരോരുത്തരെയും ഈ ഒരു സമയത്ത് അഭിനന്ദിക്കാതിരിക്കാൻ നിർവാഹമില്ല. ഈ ഒരു പ്രവർത്തനത്തെ സർവശക്തൻ നല്ല രീതിയിലുള്ള ഒരു സൽക്രമമായി സ്വീകരിക്കട്ടെ എന്ന് ആദ്യമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ 1.5 വർഷമായി ജിദ്ദയിൽ പ്രവർത്തിക്കുന്ന കണ്ണമംഗലം പ്രവാസ കൂട്ടായ്മയുടെ പ്രതിനിധിയായ ഞാൻ, ഞങ്ങൾക്ക് ഒരുപാട് പ്രവർത്തനങ്ങളൊന്നും കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല. 1 വർഷം പൂർത്തിയായ സംഘടനയുടെ ഒരു വാർഷികം ഈ അടുത്ത കഴിഞ്ഞ മാസം ജിദ്ദയിൽ നടത്തപ്പെട്ടിരുന്നു. നിങ്ങളേവരും അറിഞ്ഞിട്ടുണ്ടാവും, ചിലരെല്ലാം അതിൽ പങ്കെടുത്തിട്ടുമുണ്ടാവും. എങ്കിലും അതിനെയെല്ലാം മറികടന്നുകൊണ്ടുള്ള നല്ലൊരു പ്രവർത്തനമാണ് നിങ്ങൾക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇനിയുള്ള കാലത്തും നമ്മോടൊപ്പം പ്രവർത്തിച്ച ഒരു കൂട്ടായ്മക്ക്, പ്രവർത്തിച്ച ഒരു പ്രവർത്തനത്തിന്, കൂട്ടായ ഒരു പ്രവർത്തനത്തിന് നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ പ്രവർത്തനവും കണ്ണമംഗലം കൂട്ടായ്മക്ക് മുതൽക്കൂട്ടാവുമെന്ന വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തകരുടെ എല്ലാവരുടെയും പ്രവർത്തനവും സഹായവും സഹകരണവും ആവശ്യപ്പെടുന്നതിന് തേടുന്നതിന് ഈ ഒരു അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ഏതായിരുന്നാലും നിങ്ങളുടെ പ്രവർത്തനത്തിന് ഞങ്ങളുടെ എല്ലാവിധ പിന്തുണയും സഹായവും ഈ അവസരത്തിൽ ഞാൻ വാഗ്ദാനം ചെയ്യപ്പെടുകയാണ്. ഞങ്ങളുടെ കൂട്ടായ്മയുടെ ചെയർമാൻ ആലിമൻ മുഹമ്മദ് സാഹിബ് മാതൃക ഗ്രാമ പദ്ധതി എന്ന ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണമംഗലം പ്രദേശത്തെ വിദ്യാഭ്യാസപരമായും ആരോഗ്യപരമായും വളരെ പാവപ്പെട്ട നിലയിലുള്ള ആളുകളെ കണ്ടെത്തിക്കൊണ്ട് ബൃഹത്തായ വലിയൊരു കാലമെടുക്കുന്ന ഒരു പ്രവർത്തനത്തിനാണ് തുടക്കമിട്ടിട്ടുള്ളത്. ഏകദേശം 1 വർഷമേ പ്രവർത്തനം തുടങ്ങിയിട്ടായി. ഞങ്ങളെ കണ്ണമംഗലം കൂട്ടായ്മയുടെ പ്രവർത്തനം തുടങ്ങിയിട്ട് ആയിട്ടുള്ളൂ. എങ്കിലും ഞങ്ങളുടെ ഈ പ്രവർത്തനം മാതൃക ഗ്രാമ പദ്ധതി ഒരുപാട് വർഷമെടുക്കുന്ന പദ്ധതികളാണ്. ചെറിയ കുട്ടികളെ കണ്ടെത്തി വിദ്യാഭ്യാസപരമായിട്ട് കഴിവില്ലാത്ത, പ്രാപ്തിയില്ലാത്ത ആളുകളെ തെരഞ്ഞെടുത്തുകൊണ്ട് അവരെ IAS, IPS, IFS പോലെയുള്ള വലിയ സിവിൽ സർവീസ് കോഴ്സുകൾക്ക് അവരെ പ്രാപ്തമാക്കുന്ന കണ്ണമംഗലം പഞ്ചായത്തിൽ നിന്നും നല്ല കുട്ടികളെ, വളർന്നു വരുന്ന കുട്ടികളെ കണ്ടെത്തി അവർക്ക് പ്രോത്സാഹനവും പ്രചോദനവും കൊടുത്തുകൊണ്ട് അവരെ നല്ല രീതിയിൽ വലിയ ഉദ്യോഗ മേഖലയിൽ വാർത്തെടുത്ത് കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തന പദ്ധതികളാണ്. അതുപോലെ തന്നെ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് കണ്ണമംഗലം പ്രദേശം എന്ന് പറഞ്ഞാൽ തന്നെ ചെങ്ങാനിയെല്ലാം, അതേപോലെ തൊട്ടടുത്ത് കിടക്കുന്ന വാളക്കുള പ്രദേശങ്ങളെല്ലാം മാരകമായ രോഗങ്ങൾ കൊണ്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, കഷ്ടപ്പെടുന്ന പാവങ്ങളായ ആളുകളുടെ ഏരിയയാണ് കണ്ണമംഗലം കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ. അതുപോലെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, ഇതുപോലെ പ്രാദേശികമായ പല കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളും നമ്മുടെ നാടിന് വളരെ ഉപകാരപ്രദമാണ്. ആ രീതിയിൽ നമ്മളെല്ലാവരും ഉത്സാഹിച്ചുകൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ട സേവനം ചെയ്യുവാൻ മുന്നിട്ടിറങ്ങണമെന്ന് ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിരവധി സംഘടനകൾ, പ്രത്യേകിച്ച് KMCC-യുടെ, OICC-യുടെ, നവോദയയുടെ, SDPI-യുടെ, അതുപോലെയുള്ള പല കമ്മിറ്റികളും ജിദ്ദയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവരെല്ലാവരും നാടിനു വേണ്ടി, കണ്ണമംഗലം പഞ്ചായത്തിന് വേണ്ടി ജീവകാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നുണ്ട്. ഇതിനെല്ലാം അതീതമായിക്കൊണ്ട് ഒരു കൂട്ടായ്മ, ഒരൊറ്റ പാലം, ജാതി മത കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ഈ ഒരു കൂട്ടായ്മ എന്തുകൊണ്ടും പ്രസക്തമാണ്.
ഈ ഒരു സംഗതി നാട്ടിൽ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ചങ്ങാനി പോലുള്ള ഭാഗങ്ങളിൽ ഈ അടുത്ത കാലത്ത് പല വിഭാഗീയ പ്രശ്നങ്ങളും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചങ്ങാനി മാത്രമല്ല, കടമ പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലും ചേർന്നടക്കമുള്ള ഭാഗങ്ങളിലും ഇത്തരം വിഭാഗീയ ചിന്തകൾ ജാതിയുടെയും അതേപോലെ രാഷ്ട്രീയത്തിന്റെയും പേരിൽ വിഭാഗീയമായ മനസ്സുകളാണ് ഉള്ളത്. അവരെല്ലാം നാട്ടിൽ കോർത്തിണക്കുക പ്രയാസമാണ്. എനിക്ക് തന്നെ അറിയാം, കണ്ണമല കൂട്ടായ്മയുടെ പരിപാടിയെല്ലാം വെച്ചപ്പോൾ ചില അപശബ്ദങ്ങളും അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇവിടെയുള്ള ഈ ഒരു കൂട്ടായ്മ, നമ്മൾ പല പാർട്ടിക്കാരും പല ആശയക്കാരും ഒരുമിച്ചുള്ള ഈ ഒരു കൂട്ടായ്മ നാട്ടിൽ എത്രത്തോളം പ്രായോഗികമാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എങ്കിലും നമ്മളുടെ ഈ ഒരു കൂട്ടായ്മ, പലതും മറന്നുകൊണ്ടുള്ള ഈ ഒരു കൂട്ടായ്മയുടെ ഒരു നന്മയുടെ സന്ദേശം നാട്ടിൽ എത്തിക്കുക, അതിനുവേണ്ടി നിങ്ങളെല്ലാവരും നമ്മളോടൊപ്പം സഹകരിക്കുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന നാമത്തിൽ ഈ ഒരു പരിപാടി ഔപചാരികമായി ഞാൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.